ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, ഈ വീഡിയോ കണ്ടാൽ അവർ നിങ്ങളെ വിളിക്കുകയോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യും. അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ സാഹചര്യം, കറണ്ട് ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും അറിയുവാൻ, അതായത് ഈ വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സും അതേപോലെ തന്നെ നിങ്ങളുമായി മാറി നിൽക്കുന്ന വ്യക്തി നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ രണ്ട് കണ്ണുകളും അടച്ച് യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി യൂണിവേഴ്സിനോട് ചോദിക്കുക, യൂണിവേഴ്സ്, എന്നെ വിട്ട് മാറി നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തി വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്യുമോ? അങ്ങനെ കോണ്ടാക്ട് ചെയ്യുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതേപോലെ തന്നെ എൻ്റെ വ്യക്തിയുടെ, എൻ്റെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തൊരു 3 കാർഡ് വെക്കും. അപ്പോൾ ആ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന 3 കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനുള്ളത്, യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും 100% നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമോ മാറ്റമോ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് അതിൽ ചില വ്യക്തികൾക്ക് താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷങ്ങൾ കൊണ്ടാണ്. ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ ഉള്ളത് കൊണ്ടായിരിക്കും റിസൾട്ടിൽ ചിലപ്പോൾ താമസിക്കുന്നത്. അല്ലാതെ യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നടക്കാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളെ യൂണിവേഴ്സ് ഇന്നും അറിയിക്കുന്നത്. അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. അങ്ങനെ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ടാർക്കാ റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ കോഴ്സ് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ട് അതിലുള്ള സ്റ്റഡി റൂം വഴി നിങ്ങൾ കടന്നു വരേണ്ടതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ സിൻസിയറായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് വേണം നിങ്ങൾ കാർഡ് ചൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി വിശ്വാസത്തോടു കൂടി, ഒരു മനസ്സോടു കൂടി നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് കാർഡ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള കാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, കാർഡ് ചൂസ് ചെയ്ത് യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യം അറിയിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചും കൊണ്ട് കാർഡ് ചൂസ് ചെയ്യും.
അപ്പോൾ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, കാർഡ് കാണുമല്ലോ അല്ലേ? നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് ഈ മേശപ്പുറത്തിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് സോർട്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നൊരു സ്വഭാവമുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ ആ വ്യക്തിയെക്കുറിച്ച് അറിയിക്കുന്നത്. അതായത് നിങ്ങളോട് കൂടുന്ന സമയത്തായാലും നിങ്ങളിപ്പോൾ ഏത് കാര്യം ചെയ്താലും, അതായത് നല്ല കാര്യം ചെയ്താലും, എത്ര നല്ല കാര്യം നിങ്ങൾ ചെയ്താലും ഈ വ്യക്തി അതിനെ കുറ്റം പറയുന്നൊരു സ്വഭാവം ഉള്ള വ്യക്തിയാണ്. അതായത് നിങ്ങൾ എത്ര വലിയ കാര്യം ആ വ്യക്തിക്ക് നിങ്ങൾ ചെയ്താലും ആ വ്യക്തി തൃപ്തനല്ല, അതിന് കുറ്റം കണ്ടുപിടിക്കും. അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ആദ്യമേ തന്നെ ഇവിടെ അറിയിക്കുന്നത്. അത് ആ വ്യക്തിക്ക്, അതായത് പ്രത്യേകിച്ച് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾ ഈ സ്വഭാവക്കാരാണ്. ഓക്കെ, ഇവർക്കത് ജന്മനാ കിട്ടിയ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഇങ്ങനത്തെ സ്വഭാവക്കാരെ അല്ലായിരുന്നു. അതായത് ഈ കുറ്റം കണ്ടുപിടിക്കുക, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക, സ്നേഹിക്കുന്ന വ്യക്തിയുടെ കുറ്റം കണ്ടുപിടിക്കുക, കുറവുകളെ കുറിച്ച് ആക്ഷേപിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമുള്ള വ്യക്തിയെ അല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് സ്വഭാവം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളിലെ ചില വ്യക്തികൾക്ക് പെട്ടെന്നാണ് സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത്. ഈ ഒരു സ്വഭാവം വന്നത് അത് ചില ദോഷങ്ങൾ ആ വ്യക്തിയിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളുടെ സ്വഭാവം അത് മാറുകയും വ്യക്തി വീണ്ടും ഒരിക്കൽ പഴയതുപോലെ ആകുകയും ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ ദോഷം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചത് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ക്യാരക്ടറിലൊരു വ്യത്യാസം പഴയതുപോലെ തന്നെ ആ വ്യക്തിയാകും. അതായത് ഈ ഒരു അഴുക്ക ക്യാരക്ടർ, കുറ്റം കണ്ടുപിടിക്കുക എന്ന ക്യാരക്ടർ മാറിയിട്ട് നല്ലൊരു ശാന്തസ്വഭാവിയായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സോഴ്സ് ഇല്ല, അതായത് ആ ഒരു ദോഷം കണ്ടുപിടിക്കാൻ സോഴ്സ് ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ആ വ്യക്തിയോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞാലും നല്ല ഫലമായിരിക്കും കിട്ടുക എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. കാരണം മെഡിറ്റേഷൻ വഴി എല്ലാവിധമായിട്ടുള്ള ദോഷങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ആ വ്യക്തിയുടെ എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളിലേക്കും തിരിച്ചു വരാനെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. പക്ഷേ ദോഷങ്ങളുള്ളത് കൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യുവാൻ ആ വ്യക്തി ഒരിക്കലും തയ്യാറാകത്തില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വ്യക്തിയുടെ ക്യാരക്ടർ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ക്യാരക്ടറിൽ മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ തന്നെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഈ ഒരു സ്വഭാവം കാരണം, അതായത് നിങ്ങളുടെ പങ്കാളിയുടെ ഈ ഒരു സ്വഭാവം കാരണം ഒരുപാട് വിഷമിച്ച് പിരിഞ്ഞ് മാറിയ ആൾക്കാർ വരെ ഉണ്ടെന്ന് യൂണിവേഴ്സിറ്റിയുടെ നിമിഷത്തോടെ അറിയിക്കുക. പങ്കാളിയുടെ ഈ ഒരു അഴുക്ക സ്വഭാവം കാരണം, കുറ്റം കണ്ടുപിടിക്കൽ കാരണം വഴക്ക് കൂടി പിരിഞ്ഞ വ്യക്തികൾ വരെ ഈ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഭരിക്കുക, മറ്റുള്ളവരെ അടിമയാക്കി വയ്ക്കുക, മറ്റുള്ളവർ ഞാൻ പറയുന്ന എല്ലാം കൂടെ നിൽക്കുന്നവർ കേൾക്കണം. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ വ്യക്തികളും എൻ്റെ അടിമയാണ് എന്നൊരു ചിന്ത കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺസ് എന്ന്
യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾ അറിയിക്കുകയാണ്. അതായത് നിങ്ങളുടെ വ്യക്തികളിൽ മിക്ക വ്യക്തികളും ഈ ഒരു സ്വഭാവം കൊണ്ടു കിടക്കുന്ന വ്യക്തിയാണ്. അതായത് സ്വഭാവം എന്ന് പറഞ്ഞത് കൂടെ നിൽക്കുന്നവരെ അടിമയാക്കി കാണുക, അവര് മാക്സിമം അവരെ താഴ്ത്തുക. ഞാനാണ് വലുത്, നിന്നെക്കാൾ വലുത് ഞാനാണെല്ലാം, നീ ഒന്നുമല്ല. മാക്സിമം താഴ്ത്തി കെട്ടി വെച്ചിട്ട് ഇവര് മുകളിൽ കയറിയെന്ന് അവരെ ഭരിക്കും. ആ ഒരു സ്വഭാവക്കാരാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെ മിക്ക വ്യക്തികളും ബ്രേക്കപ്പായി പോയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ഈ വ്യക്തികൾക്കൊക്കെ, അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സ്വഭാവം ചേഞ്ച് ആയത്. അത് മാറ്റിയെടുക്കാനാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്വഭാവം ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അവർ കൊണ്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് കൂടിയാലും വീണ്ടും വേർപിരിവുണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. കാരണം ആ സ്വഭാവം അവർ മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെ ഭരിക്കുക എന്ന സ്വഭാവം കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ വ്യക്തികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. പക്ഷേ അതിൽ ചില വ്യക്തികൾ ഇതിൽ നിന്ന് റീകവർ ആവണം, ഒന്ന് മാറണം, ഈ സ്വഭാവം ഒന്ന് ചേഞ്ച് ആക്കണമെന്ന് ആഗ്രഹിച്ച് ശ്രമിക്കുന്ന ചില വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. പക്ഷേ അവരെ കൊണ്ട് അതിന് കഴിയുന്നില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും, അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ഈ ലോകത്തുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് സ്വഭാവവും നിറഞ്ഞ വ്യക്തികളാണെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു. ഒരിക്കലും നിങ്ങൾക്ക് ചേർന്ന് പോകുന്ന, നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല. പക്ഷെ അതിലും ചില വ്യക്തികൾ, നേരത്തെ യൂണിവേഴ്സ് പറഞ്ഞതുപോലെ തന്നെ പാവമായിട്ടുള്ള നല്ല വ്യക്തികളുണ്ട്. പക്ഷെ ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ട് സ്വഭാവം മാറിയ വ്യക്തികളുണ്ട്. അവരെയൊക്കെ വീണ്ടും നിങ്ങൾക്ക് റീകവർ ചെയ്തെടുക്കാനാകും. പക്ഷേ നോർമലി ഈ സ്വഭാവത്തോട് കൂടി വന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ റീകവർ ചെയ്തെടുക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒത്തുകൂടിയാലും അവർ തമ്മിൽ നിങ്ങൾ വീണ്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണം സ്വഭാവം അവർ ഇതുവരെയും ചേഞ്ച് ആക്കിയിട്ടില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ പ്രണയിച്ച, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊരു മനസ്സില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിലും ചില ദോഷങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് 100% കറക്റ്റായിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമുണ്ട്. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉൾമനസ്സിൽ നിന്ന് തോന്നുകയാണ്, എനിക്ക് വേണ്ട, എനിക്ക് വയ്യ, പറ്റുന്നില്ല, വെറുതെ മെനക്കേട്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളിലും ദോഷങ്ങൾ വ്യാപരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിൽ ഏത് ദോഷം വന്നാലും എന്ത് ദോഷം വന്നാലും നമുക്കത് പോയി പൈസ മുടക്കി ചെയ്ത് മാറ്റാനുള്ള സാമ്പത്തികം അല്ലെങ്കിൽ ആ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതമാക്കിയിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വിജയമുണ്ടാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സ് നിങ്ങളൊരു കാര്യം അറിയിക്കുന്നു, നിങ്ങളുടെ വ്യക്തികൾ ഇപ്പോഴും ആ അഴുക്ക സ്വഭാവം കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും പഴയകാലം കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യം വളരെ മോശമാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തികൾ ഉറപ്പായിട്ടും ചിന്തിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് കൂടെ ഉറപ്പിച്ച് പറയുകയാണ്. നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ വേണമെന്ന് വീണ്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ സ്വഭാവം മാറ്റുവാൻ കഴിയുന്നില്ല. ആയതിനാലാണ് അവരിപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും ചെയ്യുക. എന്തായാലും അവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. 100% വിശ്വാസത്തോടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. ധാരാളം പോസിറ്റീവ് നിങ്ങളിൽ ആർജിച്ച് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 10 ഓഫ് പെന്റിക്കിൾസ് എന്ന കാർഡ്
റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് നിങ്ങളോട് പോലും അത് അറിയിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആ വ്യക്തികൾ നിങ്ങളെ അറിയിച്ചിട്ടില്ല. നിങ്ങളുടെ മുമ്പിൽ നല്ല ഹൈ ആയിട്ടൊക്കെ ആ വ്യക്തി വന്ന് നിൽക്കുമെങ്കിലും ആ വ്യക്തി ഉൾമനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ വ്യക്തിക്ക് ദേഷ്യം വരാറുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ അറിയാനാവും. പെട്ടെന്നായിരിക്കും ആ വ്യക്തി പ്രതികരിക്കുന്നത്. കാരണം മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായി കൂടിയ സമയത്ത് പോലും ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിലുപരി, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്ന് ഭവിച്ചത് കൊണ്ടാണ് ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേസ്, വഴക്ക്, കോടതി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരെ ആ വ്യക്തിയെ തേടി ഉടൻ എത്തുമെന്നുകൂടി യൂണിവേഴ്സ് അറിയിക്കും. അത്രയ്ക്കും അതികഠിനമായിട്ടുള്ള ദോഷങ്ങളാണ് ആ വ്യക്തിയെ വ്യാപരിച്ചിരിക്കുന്നത്. നിങ്ങളെ ഇഷ്ടമാണ്, ആ വ്യക്തിക്ക് നിങ്ങളെ കാണുന്ന ആഗ്രഹമാണ്. പക്ഷേ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകലേക്ക് മാറിപ്പോയെന്ന് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ അറിയിക്കുകയാണ്. ആ വ്യക്തിക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്ന ഒരുപാട് കടങ്ങളുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ആ വ്യക്തി സമ്പന്നനായിരിക്കും, പക്ഷേ ആ വ്യക്തിക്ക് ഒന്നുമില്ല, ബാങ്ക് ബാലൻസ് പോലും ഒന്നുമില്ലാത്തൊരവസ്ഥയായിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ വളരെ വ്യക്തമായി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയതിനേക്കാളും കൂടുതലായിട്ടും സ്നേഹത്തോടു കൂടി തന്നെ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനാകും. ഒന്നെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങൾ എന്താണ് കണ്ടുപിടിച്ചത് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ദോഷങ്ങൾ മാറ്റാനുള്ള ആ ഒരു സോഴ്സ് ഇല്ലെന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. 5 പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് അത് ആർജിച്ചെടുക്കാനാവും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് ആദ്യം ആർജിച്ചെടുക്കുക. അതിനുശേഷം ആ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരുമ്പോഴത്തേക്കും ആ വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ കോൾ ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ വിളിച്ചാൽ എടുക്കാത്ത കാരണം വേറൊന്നുമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. ആ വ്യക്തി അതൊക്കെ നേരായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് കഴിയില്ല. കാരണം ആ വ്യക്തിക്ക് ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതിലൊരു വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ മാക്സിമം മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുള്ള പോസിറ്റീവ് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്ന് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 6 ഓഫ് സോർട്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്, റിവേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില തെറ്റായിട്ടുള്ള വഴികളിലൊക്കെ പോയി ചാടി അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി മാനസികമായും ശാരീരികമായും വിഷമിച്ച്, അതായത് പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഇവിടെ യൂണിവേഴ്സ് അറിയിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം ഇപ്പോൾ തടസ്സമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുന്നേറ്റവും ഒരു വിജയവും ഇപ്പോൾ ആ വ്യക്തിക്കില്ലെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടിന്റെ നടുവിലാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ കഷ്ടപ്പാടുകളെല്ലാം സ്വയം വരുത്തി വെച്ചതാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. കാരണം ബുദ്ധിഹീനനായിട്ടുള്ള മനുഷ്യനായിട്ട് ഈ വ്യക്തി ജീവിച്ചത് കൊണ്ട് തന്നെ സ്വയം എല്ലാ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഈ വ്യക്തി വരുത്തി വെച്ചു എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ ആ വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പ്രശ്നം,
ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് അറിയത്തില്ല. അങ്ങനെ അത് അറിയാതെ വിഷമിച്ച് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളില്ല. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓർക്കുന്നില്ല എന്നല്ല, നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തി വലിയ ആ ഒരു സ്ഥാനം തരുന്ന. കാരണം ആ വ്യക്തിക്ക് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എങ്ങനെ നേരെയാക്കണം, എനിക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അറിയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റൂ, എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി എനിക്ക് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹത്തോടു കൂടി വാശിയോടുകൂടി ആ വ്യക്തി ഇപ്പോൾ മുന്നേറി പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല. ആ വ്യക്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനാകുന്നില്ല. കാരണം എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ആ വ്യക്തിയെ ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോൾ എല്ലാം തടസ്സമാണ്, എല്ലാം പരാജയമാണ്, ഒരു ഉയർച്ചയും ആ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല. കാരണം ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതിൽ മിക്ക ദോഷങ്ങളും ആ വ്യക്തിയായിട്ട് വരുത്തി വെച്ചതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. ചില ശത്രുക്കളൊക്കെ ആ വ്യക്തിക്കുണ്ട്. അതായത് ഈ വ്യക്തിയുടെ സ്വഭാവ ദോഷം കൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ഈ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് ശത്രുക്കളെ ഈ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ശത്രുക്കളൊക്കെ ഈ വ്യക്തിയെ ശിക്ഷിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. കാരണം ഈ വ്യക്തിയുടെ ചില പ്രവൃത്തികൾ കാരണം ചില ശത്രുക്കൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കൾ ഈ വ്യക്തിയെ നശിച്ചു കാണുവാൻ, ഈ വ്യക്തിയെ ഒന്ന് ശിക്ഷിക്കുവാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ പലവിധമായിട്ടുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെയുമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ള മനസ്സിപ്പോൾ ആ വ്യക്തിക്കില്ല. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പോലും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. കാരണം അത്രയ്ക്കും അതികഠിനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ വ്യക്തി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആ വ്യക്തിയെ ഓർത്തൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ആ വ്യക്തിക്ക് ധാരാളം പോസിറ്റീവ് എനർജി ആ വ്യക്തിയിൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ 21 ദിവസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങളെ ആ വ്യക്തി കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ലെന്ന് യൂണിവേഴ്സ് വീണ്ടും ഉറപ്പിച്ച് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മനസ്സോടുകൂടി ഇരുന്ന് ആ വ്യക്തിക്ക് വേണ്ടി, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ആ വ്യക്തിയിലുള്ള ഫുൾ നെഗറ്റീവ് മാറുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള വ്യക്തിയായി മാറുകയും ദോഷഫലങ്ങൾ മാറിപ്പോവുകയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അപ്പോൾ ഈ 3 കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ.